ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരാൾ മെസ്സേജ് അയച്ചാണ് നമ്പർ തുടങ്ങുന്നത് 800 നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത്. ഇവനൊക്കെ തീരെ ബുദ്ധിയിലാണ്, നമ്മൾ പണ്ടേ പറയുന്നതാണ്. അത് തെളിയിച്ച ഒരു കാര്യമാണ് 800 നിന്ന് തുടങ്ങുന്ന കേസാണ് എന്ന്. 800 നിന്ന് തുടങ്ങുന്ന കേസ് ഇന്ന് കണ്ടല്ലോ. എത്രാമത്തെ പിന്നെ ഏതാ സമയത്താണ് ഈ കേസ് എടുക്കുന്നത്. എത്ര ലിസ്റ്റ് ഉണ്ട് ഈ കേസിൽ. അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ ലിസ്റ്റിനും ഏത് സമയത്ത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എല്ലാ കോടതിയിലും അപ്ഡേഷൻ വിളമ്പുന്ന ഒരുത്തനാണല്ലോ. അപ്പോൾ ഇത് ഇന്ന് ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് ഇന്നത്തെ പ്രൊസീഡിങ്സ് ആയി വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കക്ഷിക്കും മൂന്നാമത്തെ കക്ഷിക്കും നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട്, സ്പീഡ് പോസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവർ നല്ല ഭയന്നിട്ടുണ്ട് ഈ കേസിന്. അതുകൊണ്ടാണ് ഡൽഹിയിലിരിക്കുന്ന മനോജ് സാറൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്നത്. അപ്പോൾ മനോജ് സാറുടെ രാവിലെ തന്നെ മനോജ് സാറ് നമ്മുടെ ജഡ്ജിയെ ചേംബറിൽ പോയി കണ്ടു കാണും. അതുകൊണ്ടാണ് ഈ കേസ് രാവിലെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അത് മാറ്റിവെച്ച് അതിൻ്റെ സമയത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇവരുടെ പ്രയർ എന്ന് പറയുന്നത്, ഈ വിധിയിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷേങ്കിൽ സെയിൽ നടത്തരുത് എന്നുള്ളതാണ്. എന്തിനാണ് സെയിൽ നടത്താതെ? എന്തായാലും കഴിഞ്ഞ 2 മാസമായിട്ട് ശ്രീന ആ വീട്ടിൽ താമസിക്കുന്നില്ല. ശ്രീന ഒളിവിലാണ്. പിന്നെ എന്താണ് ആ ഒരു സെയിൽ നടത്തുന്നത് കൊണ്ട് പ്രശ്നം എന്ന് പറയുന്നത്? നമുക്കറിയാം, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ വരുന്നത് അത് അവരുടെ ചുമരിലടിച്ചിരിക്കുന്ന ജപ്തി നോട്ടീസുകളാണ്. അതിലൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഇതുപോലെയുള്ള ജപ്തി നോട്ടീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ട് ഈ ഒരു നല്ല രീതിയിൽ പണം പോയവരൊക്കെ നല്ല രീതിയിൽ ഇതിനെതിരെ, ഈ തട്ടിപ്പിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ശ്രീനിയോ പ്രതാപനോ ഇത്രയും കേസുകൾ ഇട്ടിട്ട് വലിച്ചു നീട്ടാൻ നിൽക്കില്ലായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത്രയും കാലം 1.5 വർഷം ദീർഘിപ്പിച്ചതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഈ കേസ് ഇത്രയും കാലം വലിച്ചു നീട്ടാൻ 100 രൂപയായിട്ടും 200 രൂപയായിട്ടും 500 രൂപയായിട്ടും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ അത് സ്വന്തം വീടിൻ്റെ ചുമരിന് ജപ്തി പതിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് തട്ടിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, നമുക്കറിയാം എത്ര വേഗത്തിലാണ് തൃശ്ശൂർ കലക്ട്രേറ്റ് ഇതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഓഫീസ് ഫർണിച്ചർ ലേലത്തിന് വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വീട് ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ മാറ്റപ്പെട്ട് കഴിഞ്ഞു. സർക്കാരിൻ്റെ കലക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അപ്പീലിൻ്റെ ഒരു തീരുമാനം, അത് നിയമപ്രകാരമുള്ള ഒരു പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗസറ്റ്, ഇതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ള പത്രത്തിലുള്ള പരസ്യത്തോടു കൂടി ഇതിൻ്റെ പരിസമാപ്തിയാണ്. അതിനനുസരിച്ചിട്ട് അടുത്തുള്ള ലിസ്റ്റ് ഉണ്ടാക്കുകയും കോടതിയിൽ കൊടുക്കുകയും കോടതിയിൽ നിന്ന് അത് ക്ലെയിം ചെയ്തെടുക്കുക എന്നുള്ള പ്രൊസീജിയറാണ് ഇനി നടക്കാനുള്ളത്. അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ്. ഇത് അറിയാം, ഇത് കഴിഞ്ഞ ജനുവരി 28 വന്ന അപ്പീലിന് വിധിക്ക് ഇവർ അപ്പീൽ കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായിരിക്കുന്ന അടുത്ത ദിവസം തന്നെ ഇവർ സെഷൻസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നു. സെഷൻസ് കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഇവർ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ മാക്സിമം വലിച്ചു നീട്ടുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോഴത്തെ ആൾക്കാരെ പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. 1.5 മാസം കഴിഞ്ഞിട്ട് വെറും 20 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഇവർ അപ്പീൽ പോലും ഫയൽ ചെയ്യുന്നത്. 40 ദിവസം അവിടെ തന്നെ പോയി എന്നുള്ളതാണ്. അപ്പോൾ
ഇതെങ്ങനെയെങ്കിലും വലിച്ചു നീട്ടുക, എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് പണം കൊടുക്കാതെ അല്ലെങ്കിൽ ജയിലിൽ പോകാതെ നിൽക്കുക എന്നുള്ള കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൊട പിടിക്കാൻ ഒരുപാട് ആൾക്കാർ, പൈസ ലാഭം കിട്ടിയിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ കേസ് കൊണ്ട് ലാഭമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇതിന് പുറകെ നടക്കുന്നത്. എന്തായാലും കോടതിയിൽ നാളെ ഇതിൻ്റെ വിശദമായ വാദം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് വാദം എന്താണെന്ന് കാണാം. എന്തായാലും എതിർകക്ഷികൾ 2ഉം 3ഉം ഉള്ള ആൾക്കാരുടെ നോട്ടീസ് അയച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ റിട്ടേൺ ഓഫ് നോട്ടീസൊക്കെ കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കാര്യങ്ങളെ കണ്ടിട്ട് 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഏപ്രിൽ മാസത്തിലേക്ക് നാളെ കേസ് മാറ്റിവെക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ബൈ.